നമസ്കാരം. പ്രധാന വാർത്തകൾ. ജയസൂര്യക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ പലവിധ സമ്മർദ്ദമെന്ന് നടി. ജയസൂര്യക്കെതിരായ പരാതിയിൽ നിന്ന് പിന്മാറാൻ ഭീഷണിയിലൂടെ അല്ലാതെ പലവിധ സമ്മർദ്ദമെന്ന് പരാതിക്കാരിയായ നടി. ഭീഷണിയുടെ സ്വരമില്ലെന്നേ ഉള്ളൂ. സ്നേഹത്തിലാണെങ്കിലും ഇനി മാധ്യമങ്ങളെ കാണരുതെന്ന് പറഞ്ഞ് പുരുഷന്മാരും സ്ത്രീകളും ഫോണിൽ വിളിക്കുന്നുണ്ട്. എനിക്കുള്ള പിന്തുണ മാധ്യമങ്ങളാണ്. ഇനിയും മാധ്യമങ്ങളെ കാണും. പക്ഷേ പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞവരെ ആളുകൾ വിളിക്കുന്നുണ്ട്. പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരു ഓഡിയോ വന്നിരുന്നു. ജയസൂര്യയുടെ വലിയൊരു സിനിമ ഇറങ്ങാൻ പോവുകയാണ്. സിനിമയെ ഈ കേസ് ബാധിക്കയില്ലേ എന്നും ഒരാൾ ചോദിച്ചിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകും. കോഴിക്കോട് ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു. ഒരാൾ കസ്റ്റഡിയിൽ. കോഴിക്കോട് നാദാപുരം കടമേരിയിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു. കീരിയങ്ങാടി സ്വദേശി ഇല്യാസിനാണ് വെട്ടേറ്റത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇല്യാസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതി രാകേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമ്പലപ്പുഴയിലെ ബിജെപി മുന്നേറ്റം. സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നാളെ ആരംഭിക്കും. അമ്പലപ്പുഴയിൽ സിപിഎം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകും. തോട്ടപ്പള്ളി, പുറക്കാട്, അമ്പലപ്പുഴ ടൌൺ, അമ്പലപ്പുഴ കിഴക്ക്, നീർക്കുന്നം, വണ്ടാനം, പുന്നപ്ര കിഴക്ക്, പുന്നപ്ര സൌത്ത്, പുന്നപ്ര വടക്ക് എന്നീ 10 ലോക്കൽ കമ്മിറ്റികൾക്ക് കീഴിലായി 166 ബ്രാഞ്ചുകളാണ് അമ്പലപ്പുഴ ഏരിയയിലുള്ളത്. നാളെ ആരംഭിക്കുന്ന സമ്മേളനങ്ങൾ ഈ മാസം 26 വരെ നടക്കും. ദിവസം ഒന്നിലധികം ബ്രാഞ്ചുകളിൽ സമ്മേളനം നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടൽ വിട്ടുമാറും മുമ്പേ നടക്കുന്ന സമ്മേളനങ്ങളിൽ വോട്ട് ചോർച്ച തന്നെയാകും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. അവധിക്ക് നാട്ടിലേക്ക് ട്രെയിനിൽ വിടുന്നതിനിടെ കാണാതായി. സിആർപിഎഫ് ജവാൻ ട്രാക്കിൽ മരിച്ച നിലയിൽ. ബുധനൂർ പെരിങ്ങലിപ്പുറം ഉള്ളുന്തി വർഗീസ് ഭവനിൽ ഭരേതനായ ഫിലിപ്പിന്റെ മകൻ സിആർപിഎഫ് ജവാൻ പി ജോസ്പോളാണ് മരിച്ചത്. 3 ശബരി എക്സ്പ്രസിൽ ഛത്തീസ്ഗഡിൽ നിന്നും യാത്ര തിരിച്ച ജവാനെ തിരുപ്പതിക്കും കാട്ട്പാടിക്കും ഇടയിൽ വെച്ച് ട്രെയിനിൽ നിന്നും കാണാതായതായി ഒപ്പം യാത്ര ചെയ്ത ആലുവ സ്വദേശിയായ സുഹൃത്ത് വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് സമൂഹമാധ്യമങ്ങളിലൂടെ ഫോട്ടോ സഹിതം പ്രചരിപ്പിച്ചിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തിരുപ്പതിക്ക് 1 കിലോമീറ്റർ അകലെ റെയിൽവേ ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വിവരമറിഞ്ഞ ബന്ധുക്കൾ സംഭവസ്ഥലത്തെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് റിമാൻഡിൽ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ റിമാൻഡ് ചെയ്തു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. രാഹുലിനൊപ്പം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെയും റിമാൻഡ് ചെയ്തു. മാർച്ചിലെ സംഘർഷത്തിൽ 11 പേരെ പ്രതികളാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ടറിയാവുന്ന 250 പേർക്കെതിരെയും കേസുണ്ട്.